സാഖ്യയോഗത്തിലെ നമ്മൾ 54-ാമത്തെ നമ്മൾ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണത്തിലോട്ട് തുടങ്ങുക. അർജുന ഉവാച സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്തസ്യ കേശവ സ്ഥിതധീം കിം പ്രഭാഷേത കിമാസീത വ്രജേത കിം. അർജുനൻ ചോദിച്ചു, അല്ലയോ ഭഗവാനെ, സമാധിസ്ഥനായ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം എന്താണ്? അയാൾ എങ്ങനെ സംസാരിക്കും, എങ്ങനെ സ്ഥിതി ചെയ്യും, എങ്ങനെ സഞ്ചരിക്കും? കാരണം ഈ ഒരു സമചിത്തനായ ബാലൻസ്ഡ് മൈൻഡ് ഉള്ള ഒരാൾ, ബുദ്ധിയെ സമമായി പ്രജ്ഞയെ സ്ഥിരമായി നിർത്തുന്ന ഒരാൾ എങ്ങനെ പ്രതികരിക്കും? അത് ഇങ്ങനെയൊക്കെ ആയിരിക്കും. നമുക്കൊരു ധാരണയുണ്ടല്ലോ. ഈ ഓരോ ചില കുട്ടികളൊക്കെ ഈ ഇങ്ങനെയൊക്കെ ആത്മീയത കൊച്ചിലേക്ക് ആയിക്കഴിഞ്ഞാൽ നമ്മൾ സന്യാസിയായപ്പോൾ പിന്നെ ജീവിതത്തിന് കൊള്ളത്തില്ല. അപ്പോൾ പിന്നെ ഇപ്പോഴെങ്കിലും ഇതൊന്നും വേണ്ട, ഇതൊക്കെ പിന്നെ മതി എന്നൊക്കെ നമ്മൾ പറയുന്നില്ല. ഇപ്പോഴെന്തിനാ ഇതൊക്കെ? ഇപ്പം നമ്മൾ ഈ ഒരു ആത്മീയതയൊക്കെ കുറേയൊക്കെ പഠിക്കുക, അല്ലെങ്കിൽ ഇതിലോട്ടൊക്കെ വരുമെന്ന അർത്ഥം നമ്മൾ അല്ലെങ്കിൽ സന്യാസിയായി പോവും, ജീവിതത്തിന് കൊള്ളത്തില്ലാത്തവനായി പോകും എന്നുള്ള ഒരു ധാരണ നമുക്കെല്ലാം പൊതുവെ ഉണ്ട്. നമ്മൾ ഇതൊക്കെ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴേ ഒന്നും വേണ്ടല്ലോ. ഇതെന്തിനാ ഇപ്പോഴേക്ക് ഗീത പഠിക്കുന്നേ? ഇതൊക്കെ നമുക്ക് പതുക്കെ പ്രായം ചെന്നൊക്കെ ഇരിക്കുമ്പോഴൊക്കെ വായിക്കേണ്ട ഇല്ലയോ എന്നുള്ളത്, നമ്മൾ ഈ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള തെറ്റായ ധാരണകളാണ് നമുക്കുണ്ട് ഉള്ളത്. സമചിത്തനും കർമ്മകുശലനുമായ യോഗി പരമപ്രദമായ ബ്രഹ്മനിഷ്ഠ കൈവരിക്കുന്നുവെന്ന് മുൻ ശ്ലോകങ്ങളിൽ വ്യക്തമാക്കുകയുണ്ടായി. സ്വീകാര്യമായ ഒരാശയം യുക്തിയുക്തമായ സമർത്ഥനവും കർമ്മയോഗം തനിക്ക് തികച്ചും യോജിച്ചത് തന്നെ എന്ന് അർജുനന് തോന്നി. അതാ സമചിത്തനും കർമ്മകുശലനുമായ യോഗി പരമപ്രദമായ ബ്രഹ്മനിഷ്ഠ കൈവരിക്കുമെന്ന് ഈ ആത്മസാക്ഷാത്കാരത്തിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്തുവാ ബ്രഹ്മനിഷ്ഠ എന്ന് പറഞ്ഞാൽ? ആത്മസാക്ഷാത്കാരം, മോക്ഷാവസ്ഥ. ഈ മോക്ഷാവസ്ഥയിലോട്ട് പോകുന്നത് എങ്ങനെയാ? ഒരു ബാലൻസ്ഡ് മൈൻഡ് ഉള്ളവർക്കേ ഒക്കത്തുള്ളൂ. ഇപ്പം നമുക്ക് ബാലൻസ്ഡ് മൈൻഡാണോ? നമ്മൾ പെയർ ഓഫ് ഓപ്പോസിറ്റ്സിലാ. നമുക്ക് എല്ലാ അനുഭവങ്ങളും, സുഖമുണ്ടെങ്കിൽ അവിടെ ദുഃഖമുണ്ട്, നമുക്ക് വിജയം ഉണ്ടെങ്കിൽ പരാജയം ഉണ്ട്. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ വിജയിച്ചു, പരാജയപ്പെട്ടു. നമ്മൾ ഈ അനുഭവങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഇതിനെ രണ്ടിനെയും ഒരേപോലെ കാണാൻ നമ്മൾ ശീലിച്ചിട്ടുണ്ടോ? നമ്മൾ ശീലിച്ചുകൊണ്ട് ഇപ്പം നമ്മൾ ശീലിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഇതൊക്കെ വന്നതുകൊണ്ട്. അറിയാൻ വയ്യാത്ത ഒരാളോ എല്ലാ ഈ വിപരീതമായ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുന്നേ. ഓ നമുക്ക് സുഖം വരുമ്പോൾ അടുത്തൊരു ദുഃഖമുണ്ടെന്ന് നമുക്കറിയാം. ദുഃഖം വന്നാലോ പറഞ്ഞാൽ മാറി സുഖം വരുമെന്നറിയാം. വിജയം വരുമ്പോൾ എല്ലാം അങ്ങ് വിജയിച്ചുകൊണ്ടിരിക്കുമെന്നാണ് നമ്മൾ ചെല്ലില്ല. വിജയം വരും, പരാജയം വരും. ഈ അനുഭവങ്ങളിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ലാഭം വരുന്ന നഷ്ടവും ഉണ്ടാവും. അപ്പം ഇതൊക്കെ നമുക്ക് വരുമ്പോൾ, ലാഭം വരുമ്പോൾ സന്തോഷം, നഷ്ടം വരുമ്പോൾ ഭയങ്കര നമുക്ക് വിഷമം, ദുഃഖം. ഈ അനുഭവത്തിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഈ ജീവിതത്തിനെ നമുക്ക് മോക്ഷത്തിലോട്ട് പോകണം. മോക്ഷത്തിന്റെ അർത്ഥം എന്തുവാ? മോക്ഷം വെച്ചാൽ നമുക്ക് പെർമനന്റ് ആയിട്ടുള്ള ഒരു ശാന്തി. ഇപ്പം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന പെർമനന്റ് ആയിട്ട് ആ ശാന്തിയും സമാധാനവും എപ്പോഴും നിലനിൽക്കണമെന്നാ. പക്ഷെ അങ്ങനെ നിൽക്കുന്നുണ്ടോ? നമ്മൾ കർമ്മങ്ങൾ ചെയ്യേണ്ട രീതിയിലല്ല ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ശാന്തി ഇല്ല. കുറച്ച് സമാധാനം വരുമ്പോഴത്തേക്കുണ്ടാവും അടുത്ത സമാധാനക്കേടുണ്ടാവും. 1-ാം അധ്യായത്തിൽ വിഷാദഗ്രസ്തനായി കാണപ്പെട്ട അർജുനന്റെ പാരവശ്യം ഇപ്പോൾ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. 1-ാം അധ്യായത്തിൽ വിഷാദഗ്രസ്തനായി കാണപ്പെട്ട അർജുനന്റെ ഭാരവശ്യം ഇപ്പോൾ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെയൊക്കെ ഒരു അവസ്ഥ ഇങ്ങനെയല്ലയോ? നമ്മൾ ഗീതയൊക്കെ പഠിച്ചു തുടങ്ങിയപ്പോഴേ ഇപ്പം ഇതൊക്കെ കുറച്ചിങ്ങനെ കുറേയൊക്കെ കേട്ട് നമ്മൾ വരുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഒരു ആശ്വാസം ഇല്ലയോ? പല കാര്യങ്ങളിലും നമുക്കിങ്ങനെ നമ്മൾ കാര്യങ്ങളെ ഇപ്പം പണ്ട് കാണുന്ന പോലെ അല്ലല്ലോ ഇപ്പം കാണുന്നേ. കാരണം നമ്മളിൽ ഒരു മാറ്റം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് തന്നെ ഒരു ബോധ്യം വരും. അത് ആ ഒരു വ്യത്യാസമുണ്ട് നമുക്ക്. അതൊരു സത്യമാണ്. അപ്പം ഇത് തന്നെ അർജുൻ ആപ്പാടെ വന്ന ഒരു ആദ്യത്തെ അധ്യായത്തിൽ അർജുന വിഷാദവേഗമാണ്. അർജുൻ ഇങ്ങനെ ആദ്യം ഭയങ്കര ഒരു ഓവർ കോൺഫിഡൻസിലാണ് വന്ന യുദ്ധഭൂമിയിലോട്ട്. ഭയങ്കര ഒരു അഹംഭാവ മനോഭാവത്തിലാണ്. ഈ കാരണം എന്താ? ഈ കൗരവന്മാരുള്ള വെറുപ്പും വിദ്വേഷവും, ഇവന്മാരെ കൊണ്ട് ഞങ്ങൾ തോറ്റു, ജീവിതമെല്ലാം എന്തെല്ലാം കഷ്ടത അനുഭവിച്ചു ഈ പാണ്ഡവന്മാര്. അപ്പോഴേ ഈ കൗരവന്മാരോടുള്ള വെറുപ്പും പ്രതികാരവും മനസ്സിരിക്കുന്നത്. അപ്പം അവസാനം ആ യുദ്ധം വന്നു. അപ്പം ഈ യുദ്ധം വന്നപ്പോഴോ അവന്മാരെ കാണിച്ചു തരാം ഞാൻ ഇപ്പം, ശരിയാ. കാരണം അത്രയ്ക്ക് വില്ലാളി വീരനാ അർജുൻ. കൃഷ്ണനോട് പറയാണ്, കൃഷ്ണ, ഞാൻ ഈ രണ്ട് സൈന്യത്തിന്റെ ഇടയിൽ കൊണ്ട് നിർത്ത്, ഞാൻ എന്നോട് ആരാണ് യുദ്ധം ചെയ്യുന്നത് കാണട്ടെ. ഒരു അഹംഭാവത്തിലാണ് അർജുനൻ അത് പറയുന്നേ. അപ്പോ അർജുന്റെ മനസ്സിലിരിക്കുന്നത് കൗരവർ എന്നുള്ള കൗരവർ, ഈ ദുര്യോധനാദികൾ ഭയങ്കര അധർമ്മികളാണ്.
അവരെ കൊണ്ട് എന്തെല്ലാം കഷ്ടതകൾ ജീവിതം അനുഭവിച്ചു. അപ്പൊ അവരോട് വെറുപ്പും പ്രതികാരവും അതിലാണ് ഇങ്ങോട്ട് വരുന്നേ. എന്നിട്ട് ഒരു വലിയൊരു അഹംഭാവത്തിൽ ഇവന്മാരെ കൊന്ന് ഞാൻ ഇതെല്ലാം ആ അത്രത്തോളം ഒരു ഇതിലാണ് വരുന്നത്. ഓവർ കോൺഫിഡൻസ് ആണ്. അപ്പം കൃഷ്ണൻ മനഃപൂർവ്വം ആ തേര് ദുര്യോധന്റെ മുമ്പിൽ കൊണ്ടു നിർത്തിയില്ല. അതിന് പകരം കൊണ്ടു നിർത്തുന്നത് ദ്രോണാചാര്യരുടെയും ഭീഷ്മാചാര്യരുടെയും മുമ്പിലാണ്. കണ്ടോ അർജുന, നിന്നോട് യുദ്ധം ചെയ്യാൻ മതിക്കുന്ന കുരുവംശത്തിലെ ശ്രേഷ്ഠരാണ് ഇവരാണ്, നിന്നെ നീയാക്കിയത്. അത് അതിന്റെ വ്യംഗ്യാർത്ഥം അതാ. ഇവരാണ് നിന്നെ ഈ നിലയിലാക്കിയത്, അവരാണ് നിന്നോട് യുദ്ധം ചെയ്തത്. കണ്ടോ അർജുന, ഇവരാണ്. അപ്പോ പെട്ടെന്നുള്ള ഒരു മാറ്റം മാനസിക നിലയാ. അപ്പം തളരുക. ഈ മുത്തശ്ശനെ അല്ലെങ്കിൽ ഈ ഗുരുവിനെ കൊന്നിട്ട് എനിക്ക് ഈ രാജ്യം വേണ്ട, അത് പറഞ്ഞേ. നമ്മൾ ഈ ഓവർ കോൺഫിഡൻസിൽ പോകുമ്പോൾ പെട്ടെന്ന് തളരാൻ ബാധ്യസ്ഥരാ. വിവേകത്തിലല്ലത്. ഈ ഓവർ കോൺഫിഡൻസ് പറയുന്നത് നമ്മുടെ ഒരു ഞാനെന്ന ഭാവത്തിലത്. അതാ വികാരങ്ങളിൽ നമ്മൾ കർമ്മം ചെയ്തു കൂട്ടരുത്. ചെയ്തു കൂട്ടാൻ തുടങ്ങിയാൽ നമ്മൾ തളരാൻ ബാധ്യസ്ഥരാ, തളർന്നു പോകും. അർജുന് സംഭവിച്ചത് അതാണ്. ഈ അഹന്ത വന്നപ്പോഴത്തേക്കോ മമതയിലോട്ടായി. ഈ അഹന്തയെ വന്ന അർജുനൻ, അയ്യോ എൻ്റെ മുത്തശ്ശന്, എൻ്റെ ഗുരുവിനെ, എൻ്റെ മമത, എൻ്റെ അഹന്ത മമത, ഇതിൽ നമ്മൾ കുരുങ്ങിയാൽ നമ്മൾ തളരാൻ ബാധ്യസ്ഥരാ. അപ്പൊ ഈ തളർന്ന അർജുനൻ പക്ഷെ ഒരു കാര്യമുണ്ട്, അതിൽ കടിച്ചു തൂങ്ങി കിടന്നില്ല. അർജുനൻ ഈ മുത്തശ്ശനെ കൊന്നിട്ട് വേണോ ഇങ്ങനെയൊക്കെ ഇതൊക്കെ നമ്മുടെ ന്യായങ്ങളായി. നമ്മൾ ഇതിനെ കാണുന്ന എങ്ങനെ അതേ രീതിയിലാണ് അർജുനൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പല കാര്യങ്ങളുമൊക്കെ, ഈ മുത്തശ്ശനെ കൊന്നിട്ട് വേണോ, അല്ലെങ്കിൽ എൻ്റെ ഗുരുവിനെ കൊന്നിട്ട് വേണോ എനിക്ക് ഈ രാജ്യം, എനിക്ക് വേണ്ട, ഭിക്ഷ എടുത്താലും കുഴപ്പമില്ല. അപ്പം നമ്മളെ കാര്യങ്ങളെ ശരിയായി ഗ്രഹിക്കാത്തതിൻ്റെയാണ് നമുക്കും അർജുനൻ പറയുന്നത് വളരെ ശരിയാന്ന് തോന്നും. പക്ഷേ കാര്യങ്ങളെ ശരിയായി ഈ കൃഷ്ണൻ ഇതിനെയൊക്കെ അപഗ്രഥിച്ച് കാണിച്ചു തരുമ്പോഴേ അപ്പം നമുക്ക് ധർമ്മം എന്താ, നമ്മൾ ഈ ധർമ്മത്തിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. ധർമ്മം എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള തിരിച്ചറിവ് ഉണ്ടാവുന്നത് ഗീത പഠിക്കുമ്പോഴാണ്. അപ്പം എന്ന് പറയുന്ന പോലെ ഈ കാര്യങ്ങളെ കുറച്ച് ഗ്രഹിക്കുമ്പോഴേ അർജുനും ഈ കുറെ സാങ്കേതിക കൃഷ്ണൻ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ താത്വികമായിട്ടും സ്വധർമ്മത്തിന്റെ ഇതിലും നാട്ടു നടപ്പനുസരിച്ചായാലും ഇതൊക്കെ പല ആംഗിളിൽ ഇതിനെ അനലൈസ് ചെയ്തപ്പോഴേ അർജുനും കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. അപ്പം അർജുന്റെ പാരവശ്യം ഇപ്പോൾ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. അപ്പം ആ സമയത്ത് അർജുൻ ഇങ്ങോട്ട് വന്നപ്പോഴേ എനിക്ക് ഈ ഗുരുവിനോട് അല്ലെങ്കിൽ മുത്തശ്ശനെ കൊന്നിട്ട് വേണ്ട കൃഷ്ണ, എനിക്കിത് രഥം വിട്ടു, ഞാൻ യുദ്ധം ചെയ്യുന്നില്ല, ആ തീരുമാനത്തിൽ അങ്ങ് ഉറച്ചു നിന്നിരുന്നെങ്കിലോ. അറിയാം എൻ്റെ ഈ തളർച്ചയ്ക്ക് കാരണം എന്തോ ഉണ്ട്, എനിക്കറിയുന്നില്ല. അപ്പം ഈ കൃഷ്ണനെ ഗുരുവായിട്ട് ഞാൻ അങ്ങയുടെ ശിഷ്യനായി എനിക്ക് ശ്രേയസ്കരം എന്തെന്ന് പറഞ്ഞതാ കൃഷ്ണ, എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് എൻ്റെ തളർച്ചയുടെ കാരണം. നമ്മളെല്ലാവരും ചിന്തിക്കണം, നമുക്ക് ഓരോ തളർച്ചകളും എന്തുകൊണ്ട് സംഭവിച്ചു, എന്തുകൊണ്ടാണ് എനിക്ക് ഈ പരാജയം, അതിപ്പോൾ നമ്മൾ അനലൈസ് ചെയ്യാൻ പഠിക്കണം. വിജയം വരുമ്പോൾ ആ ക്രെഡിറ്റിനെ ഷെയർ ചെയ്യാനും പരാജയം വരുമ്പോൾ പരാജയങ്ങളിൽ നിന്നും പഠിക്കാനും നമ്മൾ ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ഒന്നിലും ആഴ്ന്നു പോകത്തില്ല. ഒന്നീ വിജയത്തിൽ അഹങ്കരിക്കത്തില്ല, അല്ലെങ്കിൽ പരാജയത്തിൽ ദുഃഖിച്ച് നമ്മൾ എത്രയോ പേര് ഈ പരാജയ ഭീതി കാരണം ജീവനൊടുക്കുന്നു. അപ്പം നമ്മൾ ഇതിൻ്റെയൊക്കെ ശരിക്കുള്ള കാരണങ്ങളെ തിരിച്ചറിവുണ്ടായാൽ നമുക്കൊരു പ്രശ്നവും ഇല്ല. നമ്മൾ തിരിച്ചറിയാത്തതാണ് നമ്മുടെ പ്രശ്നത്തിന് കാരണം. നമ്മൾ ഓരോ സത്യങ്ങളെ നമ്മൾ തിരിച്ചറിയുമ്പോഴേ നമുക്കങ്ങനെയല്ല. നമ്മളൊരു എക്സാമിന് പോകുന്നു, ആ സബ്ജക്റ്റ് ശരിക്കും പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആ എക്സാമിനേഷൻ എങ്ങനെയാ ഫേസ് ചെയ്യുന്നത്? വല്ലാത്തൊരു ഉത്കണ്ഠയില, നമുക്കൊരു ഭയവും നമുക്ക് എന്തോ വേണം ചെയ്യൂ. നമ്മൾ ആ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന നമ്മളൊരു സ്വസ്ഥമായിട്ടായിരിക്കത്തില്ല. അതേസമയം ശരിക്കും ആ സബ്ജക്റ്റിനെ കുറിച്ച് ശരിക്കും പഠിച്ചു ഫുള്ളായിട്ട് ശരിക്കും അതിനെ ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പേടിച്ചായിരിക്കും എക്സാം ഫെയിൽ പോകുന്നത്? ഒരിക്കലുമല്ല. നമുക്കൊരു കോൺഫിഡൻസ് കാണും എന്ന് പറയുന്നത്. ഈ ജീവിതത്തിനെ കുറിച്ച് ശരിയായി മനസ്സിലാക്കിയിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് ഒരു പരിഭ്രമവും വരത്തില്ല. ഈ ജീവിതം എന്താണ്, നമ്മളിപ്പോൾ ജീവിതം എന്താണെന്ന് അറിയാതെ നമ്മൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുക. എന്തിനാണ് ഞാൻ ആരാണെന്ന് പോലും എനിക്കറിയുന്നില്ല. നമ്മൾ വെളിയിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ എന്താ ചിന്തിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നില്ല, മറ്റുള്ളവർ എന്താ ചിന്തിക്കുന്നതെന്നാണ് എൻ്റെ ചിന്ത. നമ്മുടെ എല്ലാം ചിന്ത എന്തോ മറ്റുള്ളവരെന്തോ വിചാരിക്കും. അപ്പം അതേസമയത്ത് നമ്മൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഞാൻ എന്താ ഇങ്ങനെ ചിന്തിക്കുന്നേ, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ വരുന്നേ, എന്താണ് എനിക്കിങ്ങനെ,
നമ്മൾ അങ്ങനെ ചിന്തിക്കാറില്ല. ഈ പ്രശ്നത്തിനെല്ലാം കാരണം മറ്റുള്ളവർ എൻ്റെ വെളിയിലുള്ള സാഹചര്യം അല്ലെങ്കിൽ വെളിയിലുള്ള ആൾക്കാർ, ഞാനല്ല കാരണം. ഈ രീതിയിലാണ് നമ്മൾ മറ്റുള്ള നമ്മളെല്ലാം കാണുന്നതെല്ലാം ഈ പ്രശ്നത്തിനെല്ലാം റീസൺ കാണുന്ന വെളിയില്ല. പക്ഷെ ഇതിന്റെ എല്ലാം കാരണം നമ്മുടെ ഉള്ളിലാണ് നമ്മൾ തിരിച്ചറിയുക. നമ്മൾ ഇതിന്റെ ഈ പ്രശ്നത്തിന്റെ എല്ലാം കാരണം എൻ്റെ ഉള്ളിൽ എൻ്റെ തന്നെ മനസ്സാ, ഞാൻ കാണുന്ന വിധമാണ്. എൻ്റെ തന്നെ ഒരു മനസ്സുണ്ട്, ഒരു വികാര മനസ്സുകൊണ്ട്, എനിക്ക് ഒരു വിവേക മനസ്സുകൊണ്ട്. പക്ഷെ നമ്മൾ ഈ വിവേക മനസ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നില്ല, തിരിച്ചറിയുന്നില്ല. ഞാൻ എൻ്റെ വികാര മനസ്സിലിങ്ങനെ ഇരിക്കുക, അതും അതിൻ്റെ ബുദ്ധിയും എൻ്റെ ബുദ്ധിയും, ഇത് രണ്ടും കൂടെ നമ്മളെ കുഴപ്പത്തിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അപ്പം ഈ കാര്യങ്ങളെയൊക്കെ കുറെ മനസ്സിലാക്കിയപ്പോൾ അർജുനന് കുറെ സമാധാനം വന്നു. അത് തന്നെ നമുക്കും ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ഈ കാര്യങ്ങളെയൊക്കെ ഗ്രഹിക്കുമ്പോൾ നമുക്ക് ഒരു മാനസികമായി ഒരു റിലീഫ് വരുന്നുണ്ട്. കാര്യങ്ങളെ നമ്മളിപ്പോൾ അറിഞ്ഞു തുടങ്ങുന്നു. ഇത് തന്നെ അർജുൻ്റെ സ്ഥിതി ഇവിടെ. 1-ാം അധ്യായത്തിൽ വിഷാദഗ്രസ്തനായി കാണപ്പെട്ട അർജുനന്റെ പാരവശ്യം ഇപ്പോൾ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ തത്വോപദേശം അയാൾ ബുദ്ധിപൂർവ്വം വിലയിരുത്താൻ തുടങ്ങി. ബ്രഹ്മനിഷ്ഠ കൈവരിച്ച് സമാധിസ്ഥനായ മഹാത്മാവിനെ ബാഹ്യലോകത്തിൽ കർമ്മനിരതനായി ജീവിക്കാൻ കഴിയുമോ എന്ന് അർജുനൻ സംശയിക്കുന്നു. അതാ നമ്മളിപ്പോൾ ബാലൻസ്ഡ് മൈൻഡ്, നിസ്സംഗത്വം, ഒന്നിലും വിജയവും ഇല്ല പരാജയം, എനിക്ക് ഒന്നിലും ഇല്ല, നമ്മളിൽ നിർഗുണനായിട്ടിരിക്കുന്ന പോലെ, നമുക്ക് ഒന്നിനും കഴിവ് കെട്ടനെ പോലെ നമുക്ക് തോന്നും. ഈ പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഗ്രഹിക്കരുത്. അതാ പറഞ്ഞത്. ബ്രഹ്മനിഷ്ഠ കൈവരിക്കാന്ന് വെച്ചാൽ ആത്മസാക്ഷാത്കാരം കിട്ടിക്കഴിഞ്ഞു വെച്ചാൽ പിന്നെ ഒരു ഗുണവും ഇല്ല ഈ മനുഷ്യനെ കൊണ്ട്. നമ്മൾ എല്ലാവരും ഇപ്പൊ പറയുന്ന ഒരു ചിലരെ കുറിച്ച്, അയാളൊരു നിർഗുണ പരബ്രഹ്മമാണ് എന്നുവെച്ചാൽ എന്തുവാ, അങ്ങനെ കൊണ്ടൊരു ഗുണവും ഇല്ല മണവും ഇല്ല. നമ്മൾ ഈ പരമാത്മ ചൈതന്യത്തിന്റെ വിശേഷമാണ് നിർഗുണ പരബ്രഹ്മം എന്നുള്ളത്. അതിനെ നമ്മളിപ്പോൾ വ്യക്തികളിലോട്ട് നമ്മൾ ആരോപിക്കുന്നുണ്ട്. നമ്മൾ പലതിനെയും നമ്മൾ ഈ വ്യാവഹാരികത നമ്മൾ അത് പ്രയോഗിക്കുന്നുണ്ട്. നമ്മൾ എത്രയോ പേര് കണ്ടിട്ടില്ല, ഒരു എലിപ്പത്തായത്തിലെ ഒരു കാരണം വരെ, ഒരു പശു വരുമ്പോൾ ഷു ഷു, നിർഗുണം, ഒന്നിനും ഇല്ലാത്ത ഒരു നിസ്സംഗത്വമായേക്ക്. ഇങ്ങനെ പശു വന്നാൽ തെങ്ങ് കടിച്ച് ഇന്നെ നോക്കിക്കൊണ്ടിരിക്കും കുറച്ചു നേരം. നിസ്സംഗത്വമാണ്. ഈ നിസ്സംഗത്വമാണോ ഇവിടെ പറയുന്ന നിസ്സംഗത്വം? അതല്ല. അപ്പൊ നമ്മളിതിന് ഈ വാച്യാർത്ഥം അല്ല എടുക്കേണ്ടത്, അതിനെ ഉൾക്കൊള്ളണം. ഉൾക്കൊള്ളുക വെച്ചാൽ നമ്മളതിനെ ഗ്രഹിക്കണം. എന്താണ് പറഞ്ഞ ആശയം നമ്മൾ ഗ്രഹിച്ചിരിക്കുമ്പോൾ നമുക്ക് വ്യത്യാസങ്ങൾ വരും. നമ്മുടെ കർമ്മം തന്നെ നമ്മൾ മാറി ചെയ്യാൻ തുടങ്ങും. സമാധിസ്ഥനായ മഹാത്മാവിന് ബാഹ്യലോകത്തിൽ കർമ്മനിരതനായി ജീവിക്കാൻ കഴിയുമോ എന്ന് അർജുനൻ സംശയിക്കുന്നു. ഉപനിഷത്തുകളിൽ ബ്രഹ്മനിഷ്ഠയെ വിവരിക്കുന്നത് ആദ്യമായി വായിക്കുന്നവന് തോന്നുക ബ്രഹ്മനിഷ്ഠൻ ലൗകിക വ്യവഹാരങ്ങൾക്ക് അയോഗ്യനാണെന്നായിരിക്കും. നമ്മളിതെല്ലാം കേൾക്കുമ്പോഴേക്കും ഇതുകൊണ്ട് എന്താ പറയുക, ചുമ്മാ ഒന്നും മണവും ഗുണവും ഇല്ലാതിരിക്കുന്നത് എങ്ങനെയാ ജീവിതത്തിൽ? ഇതൊക്കെ അനുഭവിക്കണ്ടായോ? പിന്നെ ഇതിനാ ഈ ജീവിതം ഉള്ള കാലം ഇത് അനുഭവിച്ച് സുഖമായിട്ട് ജീവിച്ചിട്ട് പോകണം. ഇതാ നമ്മുടെ ഒരു ധാരണ, നമ്മുടെ ഒരു തെറ്റായ ഒരു പെർസെപ്ഷനാണ് ഇത്. എന്നുവെച്ചാൽ എന്തുവാ, നമ്മൾക്ക് ഈ സന്തോഷവും സുഖവും സമാധാനവും ഒക്കെ എങ്ങനെ കിട്ടും? ചുമ്മാതെ കിട്ടുന്നതല്ല. അത് പരിശ്രമിക്കേണ്ട, നമ്മൾ ജീവിക്കേണ്ട രീതിയിൽ ജീവിക്കണം. തോന്നുക ബ്രഹ്മനിഷ്ഠൻ ലൗകിക വ്യവഹാരങ്ങൾക്ക് അയോഗ്യനാണെന്നായിരിക്കും. കഠിന പ്രയത്നം ചെയ്ത് നേടിയ ബ്രഹ്മാനുഭൂതി ഒരുവനെ ലോകത്തിൽ ഒന്നിനും കൊള്ളാത്തവനാക്കുകയാണെങ്കിൽ അത് അപലഷണീയമല്ലല്ലോ. അതിനാൽ ഈ വഴിക്ക് ചരിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് സ്ഥിതപ്രജ്ഞന്റെ ശരിയായ നില എന്തെന്നറിയാൻ അർജുനന് ആഗ്രഹം ഉദിച്ചു. ഇതൊക്കെ നേടിക്കാൻ നമുക്ക് എങ്ങനെ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെ ജീവിക്കും? അതാണ് അർജുനന്റെ ഒരു ക്യൂരിയോസിറ്റി. ഈ സ്ഥിതപ്രജ്ഞം എല്ലാം ബാലൻസ്ഡ് മൈൻഡാണ്. എല്ലാം നല്ല കർമ്മങ്ങളൊക്കെ സമർപ്പണ ബുദ്ധിയിൽ ഞാനെന്ന ഭാവത്തിൽ ചെയ്യാതെ ഇരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഇന്നത്തെ പ്രാന്തം ബി പ്രാക്ടിക്കൽ എന്നാണ് നമ്മൾ പറയുന്നത്. ബി പ്രാക്ടിക്കൽ എന്ന് വെച്ചാൽ എന്തുവാ? പൈസയ്ക്ക് പൈസ വേണം. നമ്മളെല്ലാം മണി ഓറിയന്റഡ് ആണ് ചിന്തയെല്ലാം. പൈസ ഉണ്ടെങ്കിൽ പൈസ വരുമ്പോഴാണ് എൻ്റെ സമാധാനം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. തെറ്റായ ധാരണയാണ്. പൈസ വരുമ്പോൾ എല്ലാം എനിക്ക് സ്വസ്ഥതയും സമാധാനവും എല്ലാം വരുമെന്ന്. അതാ പറഞ്ഞത്, നമ്മൾ ഉള്ളതിൽ കണ്ടന്റ് ആവാൻ നമുക്കറിയത്തില്ല. നമുക്ക് ഇനിയും കൂടെ കുറച്ചുകൂടെ കിട്ടിയാലേ എനിക്ക് സമാധാനം ആവത്തുള്ളൂ എന്നുള്ളതാണ്. അപ്പം നമ്മൾ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് സ്വസ്ഥത കണ്ടെത്താൻ നമുക്ക് ഒക്കുന്നില്ല. അവരവരുടെ ഈ നിലയിൽ നമ്മൾ സ്വസ്ഥത കണ്ടെത്തണം. അതാണ് ഇതിലെ കൂടെ നമുക്ക് സാധിക്കുന്നത്. ഗീതയെ കൂടെ ഓരോരുത്തർക്കും നമ്മളുടെ ഓരോന്നിനും ഓരോ കർമ്മഫലത്തിൽ ജനിച്ചവരാണ്. ഇന്ന സാഹചര്യത്തിൽ ഇന്ന അച്ഛനും അമ്മയ്ക്കും ജനിച്ച് ഇന്ന അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടതാണ്. ഈ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോയി അവസാനം ചെന്നെത്തേണ്ടത് ഈശ്വരനിലോട്ടാണ്. അത് എങ്ങനെ വേണം? ഞാൻ ഈശ്വരന് അകന്നു പോകാതെ ഈ വാസനകളെയൊക്കെ അതിജീവിച്ച് എനിക്ക് ഈശ്വരനിൽ എത്തിച്ചേരണം. അതാണ് നമുക്ക് പറഞ്ഞിരുന്നത്. അതാണ് സ്വസ്ഥത.
സ്ഥിതപ്രജ്ഞൻ എങ്ങനെ സംസാരിക്കും, എങ്ങനെ ഇരിക്കും, എങ്ങനെ നടക്കും എന്നിങ്ങനെ നിസ്സാരങ്ങൾ തോന്നാവുന്ന ചോദ്യങ്ങളിൽ അർജുന്റെ ജിജ്ഞാസയെ കാണിക്കുന്നു. ബ്രഹ്മാനുഭൂതിയിൽ അമർന്ന സമാധിസ്ഥനായ മഹാത്മാവിന്റെ നില എങ്ങനെ ഇരിക്കും? ബാഹ്യലോകത്തിൽ വ്യാപരിക്കുന്ന അവസരങ്ങളിൽ അദ്ദേഹത്തിന്റെ നില എന്തായിരിക്കും എന്നിങ്ങനെ ബ്രഹ്മനിഷ്ഠന്റെ ആന്തരവും ബാഹ്യവുമായ സ്ഥിതിഗതികൾ അറിയുകയാണ് ഈ ചോദ്യങ്ങളുടെ ഉദ്ദേശം. ബ്രഹ്മനിഷ്ഠ കൈവരിച്ച സിദ്ധപുരുഷനെയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്. ബ്രഹ്മനിഷ്ഠ കൈവരിച്ച സിദ്ധപുരുഷനെയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്. അത്തരം മഹാത്മാക്കളുടെ ലക്ഷണം വിവരിക്കാൻ തുടങ്ങുന്നു. സാധകന്റെ സാധന സിദ്ധന്റെ സ്വഭാവമായി തീരുന്നു എന്ന് ഈ വിവരണത്തിൽ നിന്ന് അറിയാൻ കഴിയും. സാധകന്റെ സാധന, നമ്മളെല്ലാം സാധകന്മാരായിപ്പോ. സാധന, നമ്മളിപ്പം ഈ സത്യങ്ങളെയെല്ലാം മനസ്സിലാക്കി നമ്മൾ സത്യങ്ങളെ മനസ്സിലാക്കും തോറും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ വ്യത്യാസം വരാൻ തുടങ്ങും. നമ്മുടെ സ്വഭാവം മാറാൻ തുടങ്ങും. നമ്മൾ പതുക്കെ പതുക്കെ നമ്മൾ മാറ്റേണ്ട കാര്യമില്ല. നമ്മളിൽ ആ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. എപ്പോഴേ നമ്മൾ ഇതിനെ ഈ പറയുന്ന തത്വങ്ങളെ ഗ്രഹിച്ചാൽ, തത്വങ്ങളെ കാണാതെ പഠിച്ചാലല്ല, ഈ തത്വങ്ങളെ ഞാൻ ഗ്രഹിക്കണം, ഉൾക്കൊള്ളണം. അതിന് എന്താണ് ഈ പറയുന്ന കൺസെപ്റ്റ്, അത് ഞാൻ അതിലുമായിട്ട് സിങ്ക്രണൈസ്ഡ് ആയാൽ അപ്പോൾ ഞാൻ സിങ്ക്രണൈസ് ആണെന്ന് വെച്ചാൽ അതെനിക്ക് ബോധ്യപ്പെടും. ഈ പറയുമ്പോൾ ഞാൻ ഇതെല്ലാം സത്യമാണെന്നുള്ള എനിക്കൊരു ബോധ്യം വരും. അപ്പം ഞാൻ എൻ്റെ പതുക്കെ പതുക്കെ ഞാൻ മാറാൻ തുടങ്ങും. മാറുക വെച്ചാൽ എവിടെ നിന്ന് മാറുന്നു? എൻ്റെ സംസ്കാരത്തിൽ നിന്ന്. എൻ്റെ ഇപ്പോഴത്തെ സംസ്കാരം എന്തുവാ? എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളാണ്. ആ പ്രയോറിറ്റി എനിക്ക് മാറി തുടങ്ങും. ഇപ്പം നമ്മൾ നേരത്തെ കണ്ടതൊക്കെ നമുക്കറിയാലോ, സ്വയമേ തന്നെ ഉണ്ട്. നമ്മൾ കുട്ടിക്കാലത്തുണ്ടായിരുന്ന പ്രയോറിറ്റി അല്ല കുറച്ച് വളർന്നു കഴിയുമ്പോഴേ. ഇപ്പം നമ്മളിൽ തന്നെ ആ മാറ്റങ്ങളുണ്ട്. പക്ഷെ നമ്മൾ സത്യങ്ങൾ ഈ തിരിച്ചറിയുന്നതോടുകൂടി നമ്മളൊരു വൻ മാറ്റം സംഭവിക്കും. അത് എതിലോട്ടാണ് നമ്മൾ നയിക്കുന്നത്? മാനസികമായ സ്വസ്ഥതയിലോട്ടാണ്. നമ്മൾ ഏത് പ്രശ്നങ്ങളും നടുക്കിരുന്നാലും നമുക്ക് സ്വസ്ഥമായി ഇരിക്കാൻ കഴിയും. അതാണ് മോക്ഷാവസ്ഥ. അതാ എല്ലാവരും ആഗ്രഹിക്കുന്നതും. അത് പക്ഷേ നമ്മൾ ഈ സത്യങ്ങളെ ഉൾക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. അപ്പം അങ്ങനെ ഈ സത്യങ്ങൾ അങ്ങനെ ഒരു ബ്രഹ്മനിഷ്ഠ ആത്മസാക്ഷാത്കാരം കിട്ടിയ ഒരു വ്യക്തി ഈ ലോകത്തിൽ എങ്ങനെ ആയിരിക്കും ജീവിക്കുന്നത്? അയാളുടെ മനോഭാവം എങ്ങനെയായിരിക്കും അയാളുടെ ഇൻട്രാക്ഷൻ, വ്യവഹാരം മറ്റുള്ളവരായിട്ട്, അതിനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുക. കാരണം നമുക്കൊരു ഐഡിയ കിട്ടും. ഇതെല്ലാം നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ക്വാളിറ്റി ഓഫ് ലൈഫ് എങ്ങനെ ആയിരിക്കും. അപ്പോൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പം അർജുനുണ്ടായ ഒരു ക്യൂരിയോസിറ്റിയാണ്. ഇങ്ങനെ ഒരാൾ പെർഫെക്ഷനായിട്ട് വന്നു, ഈ പറഞ്ഞ പോലൊക്കെ ഒരാൾ ആയിക്കഴിഞ്ഞു, അയാൾ ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കും? ശരീരം മരിച്ച് പോയതിനു ശേഷം കിട്ടേണ്ട ഒരവസ്ഥയല്ല ഈ ആത്മസാക്ഷാത്കാരം, മോക്ഷാവസ്ഥ. ഈ ശരീരം വിടുന്നതിന് മുമ്പ് കിട്ടേണ്ട ഒരു അവസ്ഥയാണത്. ആ അവസ്ഥ ഈ ശരീരം വിടുന്നതിന് മുമ്പ് ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരാൾ ഈ ലോകത്തിൽ എങ്ങനെ വ്യവഹരിക്കും? അതാണ് ഈ തൊട്ട് പറയാൻ 19 ശ്ലോകങ്ങൾ. അങ്ങനെ ശ്രീ ഭഗവാനുവാച പ്രജഹാദിയതാൻ കാമാൻ സർവാൻ പാർത്ഥമനോഗതാൻ ആത്മന്യേ ആത്മനാ തുഷ്ട സ്ഥിതപ്രജ്ഞസ്തദോച്യതേ. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഹേ അർജുന, ആത്മാവിൽ തന്നാൽ തന്നെ സന്തുഷ്ടനായിട്ട് എപ്പോൾ മനസ്സിലെ സർവകാമനകളെയും നിശേഷം ത്യജിക്കുന്നുവോ അപ്പോൾ അയാളെ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നു. യഥാർത്ഥ ബ്രഹ്മനിഷ്ഠന്മാരെയും കപട ഗുരുക്കന്മാരെയും തിരിച്ചറിയാൻ സ്ഥിതപ്രജ്ഞ ലക്ഷണം സഹായിക്കുന്നു. ആത്മസാക്ഷാത്കാരത്തിന് ശ്രമിക്കുന്ന സാധകരുടെ ജീവിത രീതി എങ്ങനെ ആയിരിക്കണമെന്ന മാർഗനിർദ്ദേശവും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ബ്രഹ്മനിഷ്ഠന്റെ മാനസിക നിലയെ ഈ ശ്ലോകം മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു. ഉപനിഷത്ത് പൂങ്കാവനത്തിലെ സുമങ്ങളുടെ ദിവ്യ സൗരഭ്യം ഇവിടെ നമുക്ക് അനുഭവിക്കാം. സർവകാമങ്ങളെയും മനസ്സിൽ നിന്ന് അകറ്റിയവനത്രേ സ്ഥിതപ്രജ്ഞൻ. സർവകാമങ്ങളെയും, നമുക്ക് ഈ ആഗ്രഹങ്ങളുണ്ട്. ഇതെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഈ ആഗ്രഹം നമ്മൾ ഇന്നത്തെ രീതിയിലായിരിക്കത്തില്ല അന്ന് നമ്മൾ സാധിക്കുന്നത്. ഇന്നത്തെ നമ്മളെ ഓരോ ആഗ്രഹത്തിലുള്ള അപ്രോച്ച് എങ്ങനെ ആ രീതിയിലായിരിക്കത്തില്ല അതെല്ലാം നിർവഹിക്കപ്പെടുന്നത്. അങ്ങനെ ഒരാൾക്ക് ബാലൻസ്ഡ് ആയിരിക്കും. പിന്നെ ആ കാമത്തിന്റെ എഫക്റ്റ് ഇല്ല. അതുകൊണ്ടാണ് ബ്രഹ്മനിഷ്ഠന്റെ മാനസിക മനോഹരമായി ചിത്രീകരിക്കുന്നത്. സർവകാമങ്ങളെയും മനസ്സിൽ നിന്ന് അപ്പം നമുക്ക് പറഞ്ഞത് സുഖത്തിലും ദുഃഖത്തിലും ഒരേ അവസ്ഥ ആകുമ്പോൾ പിന്നെ അവിടെ ആഗ്രഹത്തിന്റെ ആ അവസ്ഥയില്ല. ആഗ്രഹം ചെന്തുവാ? ആഗ്രഹം സഫലീകരിക്കുമ്പോൾ എനിക്ക് സുഖം വരുന്നു, ആഗ്രഹം നിറവേറ്റിയില്ലെങ്കിലോ എനിക്ക് ദുഃഖം വരുന്നു.
രണ്ടിലും ഒരേ അവസ്ഥ വരുമ്പോൾ പിന്നെ അവിടെ ആഗ്രഹത്തിന് എന്ത് പ്രസക്തി അവിടെ? നമ്മൾ ആഗ്രഹത്തിന്റെ കർമ്മം ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ രീതി ഇന്ന് ഞാനൊരു എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ഒരു കർമ്മം ചെയ്യുമ്പോൾ വിജയിച്ചാൽ എനിക്ക് സുഖം, ആ ആഗ്രഹം നടന്നില്ലെങ്കിൽ എനിക്ക് ദുഃഖം. ഈ ഞാനൊരു ആഗ്രഹത്തിന് വേണ്ടി, ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിന്റെ ഫലം എന്തു വന്നാലും എനിക്കൊരു അതിനെ സ്വീകരിക്കുവാണെങ്കിൽ, ഇപ്പം നമ്മൾ എന്തുവാ സ്വീകരിക്കുന്നത്? നമ്മൾ വിജയത്തിനെ മാത്രമേ സ്വീകരിക്കുന്നു. പരാജയം വരുമ്പോഴോ നോ നോ ഇത് സംഭവിച്ചുകൂടാ, പരാജയം എനിക്ക് സംഭവിച്ചുകൂടാ. നമ്മുടെ ഇപ്പോഴത്തെ നില ഇങ്ങനെ. മറ്റേതെങ്കിൽ വിജയം വരട്ടെ പരാജയം വരട്ടെ, ഞാൻ രണ്ടിലും ഒന്നാണ്. അപ്പോൾ ഈ നമ്മുടെ ആഗ്രഹത്തിന്റെ അതിൻ്റെ നില മാറും. ആഗ്രഹങ്ങൾ അത് നള്ളിഫൈ ആയിപ്പോവും. ആഗ്രഹം ഉണ്ടെങ്കിലും അതിനുവേണ്ടി പ്രവർത്തിച്ചാലും പ്രവർത്തിച്ചില്ല, അത് നടന്നാലും നടന്നില്ലെങ്കിലും എനിക്ക് ഒരേ അവസ്ഥ. അവിടെ ആ ദുരിതാവസ്ഥ നമ്മുടെ മാറുന്നു. അപ്പോൾ അതാ പറഞ്ഞത്, ഈ ബ്രഹ്മനിഷ്ഠൻ എല്ലാവരും ചെയ്യുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സാധിച്ചാൽ സുഖം, സാധിച്ചാലേ ദുഃഖം. ആ അവസ്ഥ ബ്രഹ്മനിഷ്ഠനില്ല. അതാ പറഞ്ഞു വരുന്നത്. നമ്മൾ എങ്ങനെ കർമ്മങ്ങൾ ചെയ്യും, നമ്മൾ ഒരു ബ്രഹ്മനിഷ്ഠ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആത്മസാക്ഷാത്കാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ ഒരു കർമ്മം ചെയ്തില്ല, ചുമ്മാ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ, അങ്ങനെ വിചാരിക്കരുത്. അപ്പോൾ അതാ പറഞ്ഞു, ഈ ഒരു നമുക്ക് ഇവിടെ ഉള്ള ഈ പ്രവർത്തികളെല്ലാം ചെയ്യുകയും ചെയ്യും. ഇതിൻ്റെ ആ ഒരു അനുകൂല പ്രതികൂല മനോഭാവം എന്ന് വെച്ചാൽ സുഖദുഃഖത്തിൽ നമ്മൾ പെയർ ഓഫ് ഓപ്പോസിറ്റ്സ്, ആ അനുഭവം ഇല്ലാതെ എപ്പോഴും പ്രശാന്തി നിലനിൽക്കും. ഈ പ്രശാന്തി അവസ്ഥ നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണത്. അപ്പൊ അത് നമുക്കത് ഇപ്പൊ ഇമാജിൻ ചെയ്യാൻ പോലും പറ്റത്തില്ലത്. അപ്പൊ അതിനെയാണ് സച്ചിത് ആനന്ദാവസ്ഥ. അത് സത്താണ്, ഉള്ളതാണ്, ചിത്താണ്, അത് ആനന്ദമാണ്. അതപ്പം ഈ ഒരു നമുക്കിപ്പോൾ അതിനെ ഗ്രഹിക്കാൻ പറ്റത്തില്ല. അതാ പറഞ്ഞു പക്ഷേ നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്ന എന്തുവാ? സ്വസ്ഥവും സമാധാനമായിട്ടുള്ളൊരു ജീവിതമാണ്. അപ്പൊ നമുക്കിപ്പോൾ നമ്മൾ ഈ ജീവിക്കുന്ന പോലെ ജീവിച്ചാലോ അത് ഒരു കാലത്തും കിട്ടാൻ പോകുന്നില്ല. അത് സത്യവും. എല്ലാവരുടെയും അനുഭവം ഇങ്ങനെ, നമ്മുടെ പൂർവികരുടെ എല്ലാ അനുഭവം ഇങ്ങനെ. അല്ലെങ്കിൽ ഈ രീതിയിലുള്ള മനോഭാവത്തിൽ ജീവിച്ചവരായിരിക്കും അവർ. അല്ലാത്തത്തോളം കാലം നമുക്ക് ഈ മനുഷ്യ ജീവൻ എന്ന് പറയുന്നത് ദുരിതാവസ്ഥയാണ്. മനുഷ്യ ജീവിതത്തിൽ കൂടെ വേണം എനിക്ക് ഈ മോക്ഷാവസ്ഥയിലോട്ട് എത്തിച്ചേരാനും. കാരണം പല ജീവജാലങ്ങളുണ്ടെങ്കിലും മനുഷ്യൻ എന്നുള്ള ഈ ജീവിക്ക് മാത്രമേ ഈശ്വരനിലോട്ട് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. അടുത്ത എവല്യൂഷൻ ഈശ്വരനിലോട്ടാകുക എന്നുള്ള. അല്ലതിന് മനുഷ്യജന്മത്തിൽ കിടന്ന് ചുറ്റിക്കറങ്ങാം, അല്ലെങ്കിൽ താഴത്തെ ജന്മത്തിലോട്ട് പോവാം. ഇതൊക്കെയാണ് പോസിബിലിറ്റീസ്. പക്ഷെ മനുഷ്യജന്മത്തിൽ മാത്രം വന്നാൽ മാത്രമേ എനിക്ക് ഈശ്വരനോട്ട് ലയിക്കാനുള്ളൊരു ജന്മമാവുന്നുള്ളൂ. ബാക്കി ഏത് ജന്മങ്ങൾ എടുത്താലും എനിക്ക് മനുഷ്യൻ ആയതിനു ശേഷം എനിക്ക് ഈശ്വരനോട്ട് പോകാൻ പറ്റുന്നു. ആ അവസ്ഥയിൽ എനിക്ക് ഈശ്വരൻ്റെ ആ കോൺഷ്യസ് പവറിനോട് എനിക്ക് അലൈനാകാൻ പറ്റത്തില്ല. മനുഷ്യ ജന്മങ്ങളിൽ കൂടെ മാത്രമേ അത് സാധ്യമാകത്തുള്ളൂ. കാരണം എന്താ? വിവേചന ബുദ്ധി, വിവേകം മനുഷ്യന് മാത്രം. അതും ബാക്കി എല്ലാ ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് ഈ വിവേകമാണ്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നുമില്ല വിവേകം. നമ്മളിങ്ങനെ വികാര ബുദ്ധിയിലിരിക്കുക, മൃഗങ്ങളുടെ കൂട്ട്. മൃഗങ്ങൾക്കും വികാരമുണ്ട്, ഇൻസ്റ്റിങ്റ്റ് അത്. അതേപോലെയാണ് നമുക്കും വികാരങ്ങൾ ഉണ്ടാകുന്നു, അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നു. വിവേകം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ആര് വിവേകത്തിനെ എക്സസൈസ് ചെയ്യുന്നോ അവർ സ്ഥിരബുദ്ധി നേടും. സ്ഥിരബുദ്ധിയായവൻ ആത്മസാക്ഷാത്കാരം കിട്ടും. ഇതാണ് എൻ്റെ പ്രിൻസിപ്പിൾ. അതാ അജ്ഞാതഗ്രസ്തനായ ജീവൻ തൻ്റെ യഥാർത്ഥ സ്വരൂപം പരിപൂർണനായ ആത്മാവാണ് താൻ എന്ന സത്യം അറിയുന്നില്ല. അജ്ഞാനം ഉളവാക്കുന്ന അപരിപൂർണതാബോധത്തിന്റെ ഫലമായാണ് ബുദ്ധിയിൽ ആഗ്രഹങ്ങൾ ഉദിക്കുന്നത്. സമ്യജ്ഞാനം നേടി അജ്ഞാനം നീക്കിയ സിദ്ധപുരുഷന്റെ ബുദ്ധിയിൽ അപരിപൂർണതാബോധത്തിന് സ്ഥാനമില്ലായികയാൽ ആഗ്രഹങ്ങൾ ഉദിക്കുന്നതുമല്ല. അയാൾ ആഗ്രഹങ്ങൾക്ക് അതീതനായിത്തീരുന്നു. ആഗ്രഹത്തിന് കാരണം അജ്ഞാനമാണല്ലോ. എന്താ അർത്ഥം? ആഗ്രഹത്തിന് കാരണം അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ? ഈ അജ്ഞാനത്തിന്റെ വേറൊരു പേര് പറയാവോ? വേറെ കുറച്ച് പേരുകളുണ്ടല്ലോ. മായ, അവിദ്യ, ഞാനോ? എന്തോ? മോഹം എന്ന് പറയുന്നത് അജ്ഞാനമല്ലേ? മോഹം, തെറ്റിദ്ധരിക്കപ്പെടുന്നത് അല്ലെ? മോഹം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണയാണ് അല്ലേ? അതെ. അജ്ഞാനം എന്ന് പറഞ്ഞാൽ ഞാനാന്ന് ആരാ പറഞ്ഞ്? കുഞ്ഞമ്മയാന്ന് പറഞ്ഞേ? പറഞ്ഞില്ല, അജ്ഞാനം എന്നാ പറഞ്ഞത്, അറിവില്ലായ്മ. അത് അജ്ഞാനം എന്ന് വെച്ചാല് എന്റെ വാസന, അല്ലെങ്കിൽ വേറൊരു പേരാ എന്റെ വാസന. അജ്ഞാനം
അതാണ് എൻ്റെ വാസനയാണ്. വാസന എന്ന് പറഞ്ഞത് ആ അജ്ഞാനം എന്ന് ജ്ഞാനത്തിനെ കേട്ടത്. മറയ്ക്കുന്നത് എന്തോ അത് അജ്ഞാനം. ഈ ജ്ഞാനത്തിനെ മറയ്ക്കുന്നത് എൻ്റെ വാസനയാണ്, എൻ്റെ സ്വഭാവമാണ്, എൻ്റെ സംസ്കാരമാണ്. അതാ മായ, അത് അവിദ്യയാണ്. വിദ്യ എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിലോട്ട് പോകുന്ന അവിദ്യ. ജ്ഞാനത്തിൽ നിന്ന് വെളിയിലോട്ട് പോകുന്ന അവിദ്യ, അത് വിദ്യയല്ല, അവിദ്യ. സോ ഈ അജ്ഞാനം, അവിദ്യ, മായ, സംസ്കാരം, വാസന, ഇതെല്ലാം ഒന്ന് തന്നെയാണ്, പല പേരില്ല. അതുകൊണ്ടാണ് ആഗ്രഹം കൊടുക്കുന്നില്ല. അയാൾ ആഗ്രഹങ്ങൾക്ക് അതീതനായ, ആഗ്രഹത്തിന് കാരണം അജ്ഞാനമാണല്ലോ. അപ്പൊ ഈ ആഗ്രഹം എവിടുന്ന് വരുന്ന? എൻ്റെ വാസനയാ, എൻ്റെ ഇഷ്ടങ്ങളാ. എൻ്റെ ഇഷ്ടമാണ് എൻ്റെ ആഗ്രഹം. അതാ ആഗ്രഹത്തിന് കാരണം അജ്ഞാനമാണല്ലോ. അജ്ഞാനമാണെന്ന് വെച്ചാൽ അറിവില്ലായ്മ എന്നുള്ളതല്ല, എൻ്റെ വാസന മറയ്ക്കുന്നത്, ജ്ഞാനത്തിനെ മറയ്ക്കുന്നത് അജ്ഞാനം. ഇപ്പൊ നമ്മൾ അജ്ഞാനം എന്ന് യൂസ് ചെയ്യുന്നത് എന്തിനാ? അറിവില്ലായ്മയാ. ഇത് ശരിക്കുള്ള അറിവില്ലായ്മ എന്താ? ഞാൻ ഈശ്വരനാണെന്ന് ഞാൻ അറിയുന്നില്ല, അതാ അറിവില്ലായ്മ. ഞാൻ ഈ ഈശ്വര ചൈതന്യ അംശമാണെന്ന് ആർക്കെങ്കിലും അറിവുണ്ടോ? അപ്പൊ നമ്മളെല്ലാം അവിവേകികളാ, വിവേകമില്ല, അജ്ഞാനമാണല്ലോ. കാര്യമായ ആഗ്രഹത്തിന്റെ അഭാവം കാരണമായ അജ്ഞാനത്തിന്റെ അസ്തമയത്തെ, ജ്ഞാനത്തിന്റെ ഉദയത്തെ കുറിക്കുന്നു. ഈ പാരഗ്രാഫ് ഒന്ന് ശരിക്കും ഒന്ന് മനസ്സിരുത്തി വായിച്ചു നോക്കണം. ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളതല്ല, നമ്മൾ സ്വയം ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഈ ഒരു അജ്ഞാനഗ്രസ്തനായ ജീവൻ തന്റെ യഥാർത്ഥ സ്വരൂപം, എന്തോ യഥാർത്ഥ സ്വരൂപം, പരിപൂർണനായ ആത്മാവാണ് താൻ എന്ന സത്യം അറിയുന്നില്ല. നമ്മൾ എന്തോ അജ്ഞാനഗ്രസ്തനായ ഈ വാസനയിൽ മുങ്ങിയിരിക്കുന്ന ജീവൻ തന്റെ യഥാർത്ഥ സ്വരൂപം, എന്തോ യഥാർത്ഥ സ്വരൂപം, ഞാൻ പരിപൂർണനാണ്. ഈശ്വരൻ എന്ന് വെച്ചാൽ അവിടെ ശുദ്ധബോധമാണ്, പരിപൂർണനായ ആത്മാവാണ്. അത് ആത്മാവെന്ന് വെച്ചാൽ ബോധം, ശുദ്ധബോധം എന്ന് സത്യം. ആ പരമാത്മ ചൈതന്യമാണ് താനെന്ന് സത്യം അറിയുന്നില്ല. അജ്ഞാനം ഉളവാക്കുന്ന, കാരണം ഈ ജ്ഞാനത്തിനെ മറയ്ക്കുന്നത്, എൻ്റെ വാസന ഉളവാക്കുന്ന അപരിപൂർണതാബോധത്തിന്റെ എന്തുവാ? ഇംപെർഫെക്ഷനാ. ഞാൻ ലിമിറ്റഡാ, അൺലിമിറ്റഡ് അല്ല, ഞാൻ വളരെ ലിമിറ്റഡാ. അപരിപൂർണതാബോധത്തിന്റെ ഫലമായി ആണ് ബുദ്ധിയിൽ ആഗ്രഹങ്ങൾ ഉദിക്കുന്നത്. ഇതുകൊണ്ടാണ് എനിക്ക് ഈ എൻ്റെ ഇൻസ്റ്റിങ് വരുന്നത്, ആഗ്രഹങ്ങൾ വരുന്നത്. അത് വേണം, ഇത് വേണം, അത് കിട്ടിയാലാണ് എനിക്ക്. നമ്മൾ എന്തിനോ തേടുന്ന എന്തിനാ? ഈ ആഗ്രഹങ്ങളിൽ കൂടെ ഞാൻ സ്വസ്ഥത തേടുക. ഈ ആഗ്രഹം സ്ഥാപിച്ചാൽ എനിക്ക് സ്വസ്ഥത കിട്ടും, മറ്റേതും കൂടെ നടന്നാൽ എനിക്ക് പിന്നെ സമാധാനം കിട്ടും. ഓരോ ആഗ്രഹം കഴിയുമ്പോഴും എനിക്കത് പിന്നെയും കിട്ടുന്നില്ല. പിന്നെയും ആഗ്രഹത്തിന് നമ്മൾ തെറ്റായ റൂട്ടിൽ പോവുകയാണ്. ഈ ആഗ്രഹത്തിന്റെ കാരണം ഈ അജ്ഞാനമാണ്, ഈ വാസനയാണ്. സമ്യക് ജ്ഞാനം നേടി, എന്തുവാ സമ്യക് ജ്ഞാനം? ശരിയായ, അതാണ് സമ്യക് ജ്ഞാനം നേടി അജ്ഞാനം നീക്കിയ സിദ്ധപുരുഷന്റെ ബുദ്ധിയിൽ അപരിപൂർണത ബോധത്തിന് സ്ഥാനമില്ല. പിന്നെ ആ ഇംപെർഫെക്ഷനാണ് സ്ഥാനമില്ല. വ്യക്തമായ ജ്ഞാനം എന്ന് വെച്ചാൽ സമ്യക് ജ്ഞാനം, അറിയേണ്ടതിനെ ഞാൻ അറിയുകയാണ്. ഇതിന് വെളിയിൽ കൂടെ അറിയാൻ പറ്റത്തില്ല. ഒന്നുമില്ല, ഒരു ഗുരുവിൽ കൂടെ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളിൽ കൂടെ മാത്രമേ നമ്മൾ ഇത് അറിയുന്നുള്ളൂ. അപ്പൊ സമ്യക് ജ്ഞാനം, ശരിക്കുള്ള ജ്ഞാനം നേടി അജ്ഞാനം നീക്കിയ സിദ്ധപുരുഷന്റെ ബുദ്ധിയിൽ ഇംപെർഫെക്ഷന് സ്ഥാനമില്ല. ആ ഇംപെർഫെക്ഷൻ ഇല്ലെങ്കിൽ പിന്നെന്തുവാ? ഇംപെർഫെക്ഷൻ കൊണ്ടാണ് നമുക്ക് ആഗ്രഹങ്ങൾ ഉദിക്കുന്നതുമല്ല. അയാൾ ആഗ്രഹങ്ങൾക്ക് അതീതനായിത്തീരുന്നു. നമ്മളിപ്പോ ആഗ്രഹത്തിന്റെ അടിമകളാ. എനിക്ക് അത് സാധിക്കണം, ഇത് സാധിക്കണം, മറ്റേത് എന്ത് വന്നാലും എനിക്ക് സ്വസ്ഥത. ഇപ്പൊ നമ്മളിപ്പോ ആഗ്രഹത്തിന് പറയാൻ പോകുന്നതിന് കാരണം എന്താ? അത് സാധിക്കുമ്പോൾ എനിക്ക് സമാധാനം കിട്ടും. അതാ നമ്മുടെ ഒരു തോന്നൽ. അതാ ആഗ്രഹങ്ങൾ ഉദിക്കുന്നുമില്ല. അയാൾ ആഗ്രഹങ്ങൾക്ക് അതീതനായിത്തീരുന്നു. ആഗ്രഹത്തിന് കാരണം അജ്ഞാനമാണല്ലോ. കാര്യമായ ആഗ്രഹത്തിന്റെ അഭാവം, എനിക്ക് അഭാവം വന്നാലോ പിന്നെ അജ്ഞാനത്തിന് അവിടെ പ്രസക്തിയില്ല. എനിക്ക് ആ ആഗ്രഹം ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ വാസനയ്ക്ക് എന്തോ പ്രസക്തി. എനിക്ക് ആഗ്രഹം ഇല്ലാതാവുന്ന ഒരു സ്റ്റേജിലോട്ട് വരുന്നു, അവിടെ പിന്നെ വാസനയ്ക്ക് വല്ല പ്രസക്തി ഉണ്ട്? വാസനയിൽ നിന്ന് വരേണ്ട ആഗ്രഹം ഇല്ലാതായി കഴിഞ്ഞു, കാരണം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. പിന്നെ അവിടേക്ക് വാസനയ്ക്ക് നിലനിൽക്കാൻ പറ്റില്ല. അതാണ് ഈ ജ്ഞാനാഗ്നിയിൽ നമ്മുടെ ബാക്കിയുള്ള ഈ സഞ്ചിത കർമ്മം കത്തിപ്പോവും. ആഗാമികവും സഞ്ചിതവും ഈ ജ്ഞാനാഗ്നിയിൽ കത്തിപ്പോവും. അതാണ് ഇതിൻ്റെ ഒരു സവിശേഷത. നമ്മൾ ഈ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഈശ്വരനാണെന്നുള്ള ആ ഉറപ്പ്, ആ അനുഭവം എനിക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജന്മമില്ല. ഈ ജന്മം എടുക്കുന്നത് എന്തുകൊണ്ടാ? വാസന കാരണമാണ്. പിന്നെ ഞാൻ ആ പവറുമായിട്ട് അലൈനാവും. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്തുവാ? ഒരു കുളത്തിൽ ഒരു കുടം മുങ്ങിക്കിടക്കുന്നു. കുളത്തിലെ വെള്ളത്തിലെ ഒരു കുടം മുങ്ങിക്കിടക്കുക. കുടത്തിനകത്തും വെള്ളമുണ്ട്, കുടത്തിന് പുറത്തും വെള്ളമുണ്ട്. ഇത് രണ്ടും രണ്ടാണോ? ഒരു കുടമുണ്ട്, പക്ഷേ ഈ കുടം എന്ന് വെച്ചാൽ നമ്മുടെ അജ്ഞാനമാണ്.
അജ്ഞാനം ഇത് രണ്ടിനും ഇടയ്ക്കൊരു നിൽക്കുക. അത് പോയി കഴിഞ്ഞാൽ രണ്ടും ഒന്നായി കഴിഞ്ഞു. പിന്നെ അതാ അവിടെ ഒരു ആഗ്രഹത്തിന് സ്ഥാനമില്ല. ഈ ജ്ഞാനം കിട്ടുമ്പോഴത്തേക്ക് ബാക്കിയെല്ലാം കത്തിപ്പോവും. ഈ ജ്ഞാനത്തിൽ നമ്മൾ ഈ ജ്ഞാനം ഗ്രഹിച്ചു കഴിഞ്ഞാൽ, ജ്ഞാനത്തിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വാസനയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അതങ്ങ് വാനിഷാവും, കത്തിപ്പോവും. ആഗ്രഹത്തിന് കാരണം അജ്ഞാനമാണല്ലോ. കാര്യമായ ആഗ്രഹത്തിന്റെ അഭാവം കാരണമായ അജ്ഞാനത്തിന്റെ അസ്തമയത്തെ ജ്ഞാനത്തിന്റെ ഉദയത്തെ കുറിക്കുന്നു. അത് ശരിക്കും ഇത് വായിച്ച് അത് ശരിക്കും അതിനെക്കുറിച്ച് ചിന്തിക്കണം. ആഗ്രഹങ്ങളുടെ അഭാവം മാത്രമാണോ പരിപൂർണതയുടെ ലക്ഷണം? ആഗ്രഹിക്കാൻ പോലും കഴിവില്ലാത്ത ഒരു ജാഡ്യാവസ്ഥയാണോ ബ്രഹ്മനിഷ്ഠ? എങ്കിൽ അഭിലഷണീയമല്ലാത്ത അതിന് വിവേകികൾ ആരെങ്കിലും ശ്രമിക്കുമോ? ഇന്നത്തേക്കാൾ മെച്ചപ്പെട്ട ഒരവസ്ഥ മുന്നിൽ കാണാനും കൈവരിക്കാനുമുള്ള ബുദ്ധിയുടെ കഴിവാണല്ലോ ആഗ്രഹരൂപത്തിൽ പ്രകടമാകുന്നത്. ബ്രഹ്മനിഷ്ഠ കൈവന്നാൽ ഈ കഴിവ് പോലും ഇല്ലാതാവുമല്ലോ എന്നാണ് ശങ്കയെങ്കിൽ അതിനെ പരിഹരിക്കുന്നു. ആത്മാനന്ദരസലാഭത്താൽ മറ്റൊന്നിൻ്റെയും അപേക്ഷയില്ലാതെ തന്നിൽ തന്നെ സന്തുഷ്ടനാണ് ബ്രഹ്മനിഷ്ഠൻ. ആത്മനെ ആത്മനാതുഷ്ട. അതുകൊണ്ടാണ് അയാൾക്ക് ആഗ്രഹങ്ങൾ. അപ്പം ഈ ആഗ്രഹങ്ങളെല്ലാം സഹായിച്ച് നമ്മൾ എന്തോ നേടാൻ പോകുന്നേ? എനിക്ക് സ്വസ്ഥത. ആ സ്വസ്ഥത ഈ ആഗ്രഹമില്ലാതെ ഈ തിരിച്ചറിവ് ഉണ്ടാവുന്നതുകൊണ്ട് ആ ബാലൻസ്ഡ് മൈൻഡ്, ഞാൻ സമബുദ്ധി ആയിക്കഴിഞ്ഞാൽ എനിക്ക് ആ സ്വസ്ഥത വന്നു കഴിഞ്ഞു. പിന്നെ ഞാൻ എന്തിനാ ആഗ്രഹത്തിന് പുറകെ അലയുന്നത്? അപ്പം എനിക്ക് ആഗ്രഹത്തിന് വേണ്ടി ഞാൻ എന്തിനാ അലയുന്നത്? ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടി. എനിക്ക് സ്വസ്ഥതയ്ക്ക് വേണ്ടിയാ. ആ സ്വസ്ഥത ഈ അറിവിൽ കൂടി, ഈ ജ്ഞാനത്തിൽ കൂടി ഞാൻ നേടിക്കഴിഞ്ഞു. പിന്നെ ഞാൻ എന്തിനാ ആഗ്രഹത്തിന്റെ പുറകെ വലിഞ്ഞു ഓടിപ്പോകുന്നത്? വേണ്ടാത്ത കാര്യങ്ങളെല്ലാം എന്തിനാ ചെയ്തു കൂട്ടുന്നത്? എനിക്ക് സ്വസ്ഥമായിരിക്കാം. ഞാൻ അതെല്ലാം ചെയ്തു കൂട്ടാൻ പോയത് എന്തിനു വേണ്ടിയാ? സ്വസ്ഥതയ്ക്ക് വേണ്ടിയാ. ആ സ്വസ്ഥത ഞാൻ കിട്ടിക്കഴിഞ്ഞു. എങ്ങനെ? ഈ സത്യങ്ങളെ തിരിച്ചറിയുന്നതുകൂടി എനിക്ക് ഈ പെയർ ഓഫ് ഓപ്പോസിറ്റ്സ്, ദ്വന്ദ്ങ്ങൾ ഇല്ലാതായി കഴിഞ്ഞു. ആ ദ്വന്ദ്ങ്ങൾ ഇല്ലാതായി കഴിഞ്ഞ് ഞാൻ ഈ ആനന്ദാവസ്ഥയില. ഇതിനു വേണ്ടിയാണ് ഞാൻ വേണ്ടാത്ത ഇതൊക്കെ കണ്ടില്ലയോ? നാരായണഭ്രാന്തി കല്ലുരുട്ടി ഉരുട്ടി ഉരുട്ടി മേളിക്കയറ്റി, എന്നിട്ട് അവിടുന്ന് കല്ലുരുട്ടി താഴെയിടും, എന്നിട്ട് വെച്ചിരിക്കും. ഈ കല്ലുരുട്ടി കയറ്റുന്ന പോലെയാണ് നമ്മൾ ഈ ആഗ്രഹങ്ങളുടെ പുറകെ അലയുന്നത്. അപ്പോൾ ഇത് വൃഥാവ്, നമ്മുടെ ഒരു വ്യയമായത്, ഭയങ്കര വ്യയമാണ് ജീവിതം. നമ്മളില്ലയോ ക്ഷീണിച്ചു പോകും. അങ്ങനെയാണ് നമ്മൾ ഈ ദുരിതത്തിലോട്ട് പോകുന്നത്. ഈ പെയർ ഓഫ് ഓപ്പോസിൽ സുഖം ദുഃഖം നമ്മൾ ജീവിതം എക്സോസ്റ്റ് ആയി പോകും. ജീവിതത്തിനെ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിലോ നമ്മൾ ഈ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് നമ്മളൊരു ആ ജ്ഞാനത്തിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ആനന്ദാവസ്ഥയിലോട്ട് വരും. അപ്പൊ ഈ ഒരു അവസ്ഥ നമുക്ക് അതിനെക്കുറിച്ച് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ ഒരു അവസ്ഥയായത്. ഇപ്പൊ നമുക്കറിയാമല്ലോ, കഞ്ചാവൊക്കെ അടിച്ച് ഗിരി, അല്ലെങ്കിൽ വെള്ളം അടിച്ച് എന്തൊരു ആനന്ദാവസ്ഥയാണ് അവർക്ക്. അവർ വല്ലതും അറിയുന്നുണ്ടോ? അവർ പരമാനന്ദത്തിലാണ്. ചില വെള്ളം അടിച്ച് ഗിരി കിടക്കുക, അല്ലെങ്കിൽ കഞ്ചാവ് അടിച്ചങ്ങ് ഇരിക്കുക, അവരൊരു ആനന്ദാവസ്ഥ. പക്ഷെ ആ ആനന്ദാവസ്ഥ എന്തൊരു അപകടമാണത്. അത് നമ്മളെ നശിപ്പിക്കും. പക്ഷെ ഇതിൽ കൂടെ, ഈ ജ്ഞാനത്തിൽ കൂടെ കിട്ടുന്നതോ ആ ലഹരി എന്ന് പറയുന്നത് ഒരു സ്ഥിരമാണ്. മറ്റേതൊക്കെ ഈ നമ്മളെ നശിപ്പിക്കുന്ന ഒരു ലഹരിയാണത്. ഇത് ഒരു ലഹരിയാണ്. അത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഉണ്ടായാൽ അതെൻ്റെ ശരീരത്തെ നശിപ്പിക്കും, എൻ്റെ ജീവനെ നശിപ്പിക്കും. ഇതോ എൻ്റെ ജീവിതത്തിനെ ഉയർത്തി ഈശ്വരനോട്ട് അടുപ്പിക്കും. കഞ്ചാവ് അടിച്ച് ആരെങ്കിലും ഈശ്വരനോട്ട് പോയതായിട്ട് അറിവുണ്ടോ? ഇതൊരു ലഹരിയാ, ഈ ആനന്ദാവസ്ഥ. അതിൽ കൂടെ നമ്മൾ ഈശ്വരനുമായിട്ട് ലയിക്കും. ആ ഡിവൈൻ പവറുമായിട്ട് നമ്മൾ അലൈനാവും. അതൊരു ലഹരിയാ. ഇതാണ് ഇതിൻ്റെ ഈ ഒരു അവസ്ഥയുടെ ബാല്യദശയിൽ വിലമതിക്കാൻ കഴിയാത്ത സമ്പത്തെന്ന പോലെ കരുതിയ കളിക്കോപ്പുകൾ കൗമാരദശയിൽ വിലയില്ലാത്തവയായി മാറുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിരുന്ന വസ്തുക്കൾ യൗവനദശയിൽ ഇഷ്ടമല്ലാതാവുന്നു. വാർദ്ധക്യത്തിലാവട്ടെ അതുവരെ സുഖപ്രദങ്ങളെന്ന് കരുതിയ വസ്തുക്കൾ വിട്ട് മറ്റു ചിലതിനെ ആശ്രയിക്കുന്നു. ഇങ്ങനെയാണല്ലോ ജീവിതത്തിൽ കണ്ടുവരുന്നത്. നാം വളരുന്നതോടൊപ്പം നമ്മുടെ ആവശ്യങ്ങൾ മാറുന്നു, നമ്മുടെ പ്രയോറിറ്റി ചേഞ്ച് ആവുന്നു. നമ്മൾ ഇതിലെ സത്യങ്ങളെല്ലാം മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഇതുവരെ വന്നതിനെല്ലാം നമ്മൾ വിടും. ഇപ്പം തന്നെ നമ്മൾ വിടുന്നുണ്ട്. ബാല്യത്തിലുള്ളതിനെയൊക്കെ നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? നമ്മൾ കൗമാരത്തിലിരുന്നപ്പോൾ നമ്മൾ എന്തെല്ലായിരുന്നു? അതൊക്കെയാണോ നമ്മുടെ കുറച്ചുകൂടെ പ്രായമായപ്പോഴേ, വാർദ്ധക്യമായപ്പോഴോ? അതെല്ലാം നമുക്കിപ്പം ആ ഒരു സന്തോഷം തരത്തില്ല. ഇത് വേറെയാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്രയോറിറ്റി ഓരോരുത്തർക്കും. ഇതെല്ലാം ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സത്യങ്ങളെ മനസ്സിൽ ചേഞ്ച് ആക്കുമ്പോൾ അത് ഏറ്റവും വലിയൊരു ഇതാണ്. അതാണ് നമുക്കിത്. അതാ അജ്ഞാനദശയിൽ ശരീര മനോബുദ്ധികളിൽ അഭിമാനിച്ച് ഒരു പരിമിത വ്യക്തിയാണ് താനെന്ന് കരുതി ജീവിക്കുമ്പോൾ ഇന്ദ്രിയ വിഷയങ്ങളിൽ അഭിനിവേശവും ആശയ ആദർശങ്ങളിൽ ആവേശവും ഉണ്ടാവും. ശരീരാഭിമാനിയായ ജീവനാണ് വിഷയങ്ങൾ ഗ്രഹിക്കുന്നത്. ജ്ഞാനോദയത്തിൽ ശരീരാഭിമാനം വെടിഞ്ഞ് ജീവൻ ശിവനായിത്തീരുന്നു. ബ്രഹ്മാനന്ദരസ അനുഭൂതിയിൽ
പൂർണ്ണ സംതൃപ്തനായ ജ്ഞാനിക്ക് വിഷയങ്ങളുടെ നേരെ ആഗ്രഹം ഉണ്ടാവാൻ വയ്യ. അതാ നമ്മൾ ഇതൊരു വേറൊരു അവസ്ഥയിലോട്ട് പോകും. നമ്മൾ ഈ സത്യങ്ങളെല്ലാം നിരന്തരം മനനം ചെയ്യുക. കാണാതെ പഠിച്ചല്ല, ഗ്രഹിച്ചതേ ഉൾക്കൊണ്ടാൽ അതിനെ നിരന്തരം ചിന്തിക്കണം. അപ്പോഴത് ആ മനനത്തിൽ കൂടാണ് എനിക്ക് ഉറപ്പ് നേടുന്നത്. അങ്ങനെ ഒരു ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഈ സ്വസ്ഥത പിന്നെ എൻ്റെ ഒരു സ്വഭാവമായി മാറും. പിന്നെ എനിക്ക് അസ്വസ്ഥനാകാൻ ഒക്കത്തില്ല. ഏതവസ്ഥയിലും ഞാൻ സ്വസ്ഥത കൈവിടത്തില്ല. അതൊരു പരമാർത്ഥമാണ്. അതാ ഈ അങ്ങനെ ആയ ആള് ആത്മസാക്ഷാത്കാരം കിട്ടി ബ്രഹ്മനിഷ്ഠ നേടിയ ഒരാൾ ഈ ലോകത്തിൽ സ്വസ്ഥമായി ജീവിക്കും. നമ്മൾ വിചാരിക്കും അവർ കഴിവുകെട്ട ഒരാളെന്നല്ല. ഈ ഭൗതികത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അവർ വളരെ സ്വസ്ഥതയോടെ, നമ്മളിപ്പോഴോ എല്ലാ കർമ്മങ്ങളും നമ്മൾ സ്വസ്ഥമായി ശാന്തമായാണ് നമ്മൾ ചെയ്യുന്നത്. എന്തെല്ലാം പരിഭ്രാന്തിയില്ല നമ്മൾ ചെയ്തു കൂട്ടുന്നത്. പക്ഷെ ഒരു ബ്രഹ്മനിഷ്ഠൻ വളരെ ശാന്തനായി ആ സ്വസ്ഥതയിൽ എല്ലാ കർമ്മങ്ങളും ചെയ്യും. അതാ വ്യത്യാസം. അതിൻ്റെ അങ്ങനെ ഒരു ആത്മനിഷ്ഠയെ കിട്ടിയ ഒരാൾ എങ്ങനെ ഈ ലോകത്ത് വ്യവഹരിക്കുന്ന ആളാണ് നമ്മൾ ഈ ഓരോ ശ്ലോകങ്ങളിൽ കൂടെ നമ്മൾ പറയാൻ പോകുന്നത്. എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? ഈ വാസനകള് ആ. അത് എല്ലാവർക്കും എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ഒരേ രീതിയിലല്ലേ ഏകദേശം. ഇഷ്ടങ്ങൾ അതെ അനിഷ്ടങ്ങൾ വേറെ ആയിരിക്കും. അതെ പക്ഷെ അതെ ആഗ്രഹങ്ങളൊക്കെ എല്ലാവരുടെയും ഒരേ. അപ്പൊ ഓരോരുത്തർ അവരവരുടെ വാസന അനുസരിച്ചെന്ന് പറയും. എല്ലാ മനുഷ്യരിലെയും വാസനകൾ എന്ന് പറഞ്ഞ ആഗ്രഹങ്ങൾ എല്ലാം ഏകദേശം ഒരേ ക്വാളിറ്റി അല്ലേ. അതെ ക്വാളിറ്റിയിൽ നിന്ന് സുഖം വേണം എന്നുള്ളതല്ലേ എല്ലാവരുടെയും ആഗ്രഹം. അതെ അപ്പൊ അത് വാസന അപ്പൊ എല്ലാവർക്കും ഒരുപോലെ അല്ലെന്നല്ലേ പറയുന്നത്. പക്ഷെ നമ്മള് വാസന ഒരുപോലെ ആവുന്നല്ല ഈ വാസനകൾ പറഞ്ഞത്. ഒരുപോലെ അല്ല. വാസന ഒരുപോലെ ആവുന്നു. അല്ല, വാസനകൾ ഒരുപോലെ ആന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളല്ലേ, നമ്മുടെ വാസനകൾക്കനുസരിച്ചാണോ നമ്മുടെ ആഗ്രഹങ്ങൾ വരുന്നത്? അതോ ആ വാസനയ്ക്കനുസരിച്ച് ഓരോരുത്തരുടെയും വാസനയ്ക്കനുസരിച്ച് ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നേ. അതാ ഈ വാസന എന്ന് അതാ പറഞ്ഞാൽ എന്തുവാ? വാസന. എന്റെ ഇഷ്ടമല്ല പക്ഷെ വേറൊരു ഇഷ്ടം. ആഗ്രഹങ്ങൾ സെയിമാ. എന്റെ ഇഷ്ടം. ആഗ്രഹങ്ങൾ സെയിം ആയിരിക്കും. ആഗ്രഹങ്ങൾ എങ്ങനെയാ സെയിം ആവുന്നേ? അല്ല, സെയിം എന്ന് പറഞ്ഞാല് നമുക്ക് ഈ സുഖം വരണം എന്നല്ലേ എല്ലാവരുടെയും ആഗ്രഹം. ഏ അതാ ചോദിച്ചത്. ബേസിക്കലി സുഖം വരണം എന്നല്ലേ ഒരാൾക്ക് എല്ലാവരുടെ ആഗ്രഹം. ഒരാൾക്ക് ഒരു ഗുസ്തിക്കാരനെന്ന് ആഗ്രഹമുണ്ട്, ഗുസ്തി പിടിക്കുന്ന അല്ലെ റെസ്ലർക്ക്. ഇപ്പൊ നിന്റെ ആഗ്രഹം എന്ത് വരുന്നു? നീ എഞ്ചിനീയറിംഗും പാസ്സായി, മെഡിസിനും അതല്ല, പാസ്സായി. സുഖം വേണമെന്നല്ലേ. അല്ലല്ല, നിനക്ക് എഞ്ചിനീയറിംഗും പാസ്സായി, മെഡിസിനും പാസ്സായി. നീ ഏതാ ചൂസ് ചെയ്തേ? നിന്റെ വാസന പ്രകാരം നിനക്ക് ആ മെഡിക്കൽ ഫീൽഡ് ആയാലും ഇഷ്ടം. അതുകൊണ്ട് നീ എഞ്ചിനീയറിംഗ് പോയോ? നീ സിവിൽ എഞ്ചിനീയറിംഗ് എടുക്കാതിരുന്നതല്ലയോ? ഇതുപോലെ ഓരോരുത്തരുടെ വാസന. അല്ല, ആ വാസന വേറെ, എല്ലാ വാസന ആഗ്രഹം എങ്ങനെ വേറെ. ശരിയാവുന്നേ? അപ്പോ അല്ലല്ല, ആഗ്രഹം എന്ന് പറയുന്നത് വാസന സെയിം അല്ല അല്ലേ. ആഗ്രഹങ്ങളും ആഗ്രഹങ്ങൾ അല്ലെ, വാസനയും ഡിഫറെന്റ്. വാസന ഡിഫറെന്റ് ആണ്. അതിനനുസരിച്ചുള്ള ആഗ്രഹങ്ങൾ ഓരോരുത്തർക്കും വരുന്നത്. അതെ അതെ. ഈ ഈ ഈ പക്ഷെ നമ്മൾ ഈ പാരമാർത്ഥ്യ സത്യങ്ങളെ മനസ്സിലാക്കി നിരന്തരം ചിന്തിച്ച് അതിൽ ഉറച്ചു കഴിഞ്ഞാൽ ആരുടെ വാസനയുള്ള എങ്ങനെയുള്ള വാസന ആയിക്കോട്ടെ അതെല്ലാം മാറും. അത് നമ്മൾ മാറ്റേണ്ട കാര്യമില്ല, സ്വയമേ മാറും. ആഗ്രഹങ്ങൾ, അതാ ഞാൻ പറഞ്ഞ, ആഗ്രഹങ്ങൾ മാറ്റിയാൽ വാസനകളും അടങ്ങും. അതാ ആഗ്രഹങ്ങൾ ഇല്ലാതായി വാസനകൾ ഇത് ഓൾറെഡി അറിയുന്നതോടുകൂടി എന്റെ ആഗ്രഹങ്ങൾ പോകും. ആഗ്രഹങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ വാസനയ്ക്ക് എന്തോ പ്രസക്തി? അല്ല, അതാ ഞാൻ ചോദിച്ചത്, വാസനയെ ബേസ് ചെയ്തല്ലേ ആഗ്രഹങ്ങൾ വരുന്നത്. അതെ, ഈ അതാ കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കുമ്പോൾ ചോദിച്ചത്. എനിക്ക് ആ വാസന ആഗ്രഹം ഇല്ലാതാവുന്നു, പിന്നെ വാസന നിലനിൽക്കുവോ? അതെ. അല്ല, വാസനയെ കൂടാണ് ആഗ്രഹങ്ങൾ വരുന്നത്. ആഗ്രഹം ഇല്ലാതാവണമെങ്കിൽ സമയമായി വാസന ഇല്ലാതാവണം. അതാ സമയമായി ഞാൻ ഇപ്പൊ കട്ടാവും കേട്ടോ. അതാ നമ്മൾ ഈ സത്യങ്ങളെല്ലാം മനസ്സിലാക്കുമ്പോൾ നമുക്ക്